ലൈറ്റ്സ് ഓഫ് ഫെയ്ത്ത് ചാനലിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിൽ പ്രഭാഷകൻ 49 നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചോദ്യം 1. വിദഗ്ധമായി ചേർന്നൊരുക്കിയ സുഗന്ധക്കൂട്ടുപോലെ പരിമളപൂരിതമായ സ്മരണ ആരുടേതാണ്? ഉത്തരം ഹോസിയ. 2. നാവിന് തേൻ പോലെയും വീഞ്ഞ് സൽക്കാരത്തിൽ സംഗീതം പോലെയും ആണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഉത്തരം ജോസിയായുടെ സ്മരണ തന്നെയാണ്. ചോദ്യം 3. ആരൊക്കെയാണ് പാപത്തിൽ മുഴുകാതെ അത്യുന്നതൻ്റെ നിയമം പാലിച്ചത്? ഉത്തരം ദാവീദ്, ഹെസക്കിയ, ജോസിയ. ചോദ്യം 4. യൂദാ രാജവംശം അസ്തമിച്ചതെങ്ങനെ? ഉത്തരം പാപത്തിൽ മുഴുകുകയും അത്യുന്നതൻ്റെ നിയമം നിരസിക്കുകയും ചെയ്തപ്പോൾ. ചോദ്യം 5. അവർ അധികാരം മറ്റുള്ളവർക്ക് അടിയറ വെച്ചു. തങ്ങളുടെ മഹത്വം അന്യജനതയ്ക്കും. ആര്? ഉത്തരം യൂദാ രാജാക്കന്മാർ. ചോദ്യം. അവർ അധികാരം മറ്റുള്ളവർക്ക് അടിയറ വെച്ചു, തങ്ങളുടെ മഹത്വം അന്യജനതയ്ക്കും. യൂദാ രാജാക്കന്മാരാണ് അങ്ങനെ ചെയ്തത്. 6. ആ ജനത വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിനു തീ വെച്ചു, അതിൻ്റെ തെരുവുകൾ ശൂന്യമാക്കി. ഇങ്ങനെ പ്രവചിച്ചതാര്? ഉത്തരം ജെറമിയ. 7. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകൻ ആര്? അതിൻ്റെയും ഉത്തരം ജെറമിയ എന്ന് തന്നെയാണ്. 8. കെരൂബുകളുടെ രഥത്തിന് മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം ദർശിച്ചതാര്? കെരൂബുകളുടെ രഥത്തിന് മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം ദർശിച്ചത് എസക്കിയേലാണ്. 9. എത്ര പ്രവാചകന്മാരുടെ അസ്ഥികൾ കുടീരങ്ങളിൽ നിന്ന് പുനർജനിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ 49 അധ്യായം 10 വാക്യത്തിൽ പറയുന്നത്? ഉത്തരം 12 എന്നാണ്. 12 പ്രവാചകന്മാരുടെ. ചോദ്യം 10. വലത് കൈയിലെ മുദ്രമോതിരം പോലെയായിരുന്നു അവൻ എന്നു പറയുന്നത് ആരെക്കുറിച്ച്? ഉത്തരം സെറുബാബേൽ. 11. യഹോസദാക്കിൻ്റെ പുത്രൻ്റെ പേര് എന്ത്? യശുവ എന്നാണ് യഹോസദാക്കിൻ്റെ പുത്രൻ്റെ പേര്. 12. വീണുപോയ കോട്ടകൾ പണിതുയർത്തിയത് ആരാണ്? നെഹമ്യ ആണ് വീണ് പോയ കോട്ടകൾ പണിതുയർത്തിയത്. ചോദ്യം 13. അവന് തുല്യനായി ആരും ഭൂമുഖത്തുണ്ടായിട്ടില്ല, അവൻ ഭൂമിയിൽ നിന്ന് സംവഹിക്കപ്പെട്ടു. ആര്? ഹെനോക്ക് എന്നാണ് അതിൻ്റെ ഉത്തരം. 14. ആരുടെ അസ്ഥികളാണ് സൂക്ഷിക്കപ്പെടുന്നു എന്ന് പറയുന്നത്? ഉത്തരം ജോസഫിൻ്റെ. 15. ഡേഷും ബഹുമാനിതരാണ്. സൃഷ്ടികൾക്കെല്ലാം ഉപരിയായി ഡേഷും. ആരുടെയെല്ലാം പേരാണ് ഇവിടെ പരാമർശിക്കുന്നത്? ഉത്തരം ഷേമും സേത്തും. അവസാനമായി ആദം. ഷേം, സേത്ത്, ആദം എന്നീ 3 പേരുകളാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം.